മാർക്കോയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും പുതിയ ചിത്രം മാർക്കോയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിലായി. കൊച്ചി സൈബർ പോലീസാണ് പ്രതിയെ ആലുവയിൽ നിന്നും പിടികൂടിയത്. പ്രതി ആദിഖ് ഹനാനാണ് ഇൻസ്റ്റഗ്രാം വഴി സിനിമയുടെ ലിങ്ക് പ്രചരിപ്പിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ തനിക്ക് പ്രൈവറ്റായി സന്ദേശം അയച്ചാൽ മാർക്കോ സിനിമയുടെ ലിങ്ക് അയച്ചു തരാമെന്നായിരുന്നു ഇയാളുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. തുടർന്ന് സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളാണ് പോലീസിൽ പരാതി നൽകിയത്. ശേഷം ഇയാളുടെ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമയുടെ വ്യാജ പതിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുവെന്ന പരാതി പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് പോലീസിന് നൽകിയത്. കൊച്ചി ഇൻഫോ പാർക്കിലെ സൈബർ സെല്ലിലാണ് ഷെരീഫ് മുഹമ്മദ് പരാതി നൽകിയത്. സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇത് സിനിമയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. മാർക്കോയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ച അക്കൗണ്ടുകളുടെ വിവരങ്ങളും നിർമ്മാതാക്കൾ പോലീസിന് കൈമാറിയിരുന്നു. അതേസമയം 50 കോടിയിലധികം രൂപയാണ് മാർക്കോ തിയേറ്ററുകളിൽ നിന്ന് വാരിക്കൂട്ടിയത്. ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിക്കുന്ന വയലൻസ് രംഗങ്ങളുമായി മാർക്കോ തിയേറ്ററുകളിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമ തന്നെ ഇന്നേ വരെ കാണാത്ത വയലൻസ് രംഗങ്ങളാണ് മാർക്കോയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷക പ്രതികരണം. ആക്ഷന് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്ന സിനിമയിലെ സംഘട്ടനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സൺ ആണ്. ചിത്രത്തിനായി 7ഓളം ഫൈറ്റ് സീക്വൻസുകളാണ് കലൈ കിങ്സൺ ഒരുക്കിയിരിക്കുന്നത്.